ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയാണ്, എളിമപ്പെടുക, തന്നെത്താൻ താഴ്ത്തുക. നമ്മുടെ കർത്താവും ഇത് തന്നെയാണ് പറഞ്ഞത്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാനാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കം നടക്കുകയാണ്, ആരാണ് വലിയവൻ. ആരാണ് വലിയവൻ എന്നുള്ള ആ തർക്കം നടക്കുമ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യാക്കോബും യോഹന്നാനുമാണ്. യാക്കോബും യോഹന്നാനും ദൈവത്തോട് യേശുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിന്റെ ഇടതും വലതും ഞങ്ങൾക്കിരിക്കണം. ഇത് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ദേഷ്യമായി, തമ്മിൽ ഇടർച്ചയായി, ആരാണ് വലിയവൻ എന്നുള്ള തർക്കമാകുന്നു. കാരണം ഇതാ യാക്കോബ് യോഹന്നാനും ദൈവത്തോടുള്ള ആ ബന്ധം, ആ അടുപ്പം സ്വാധീനപ്പെടുത്തി, അതെങ്കിൽ മുതലെടുത്തുകൊണ്ട് ഇതാ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്, വലുതാവാൻ. അതായത് കർത്താവിൻ്റെ ഇടതും വലതും ഒരു മന്ത്രിമാരെന്ന നിലയിൽ കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ആ മന്ത്രിമാരായിരിക്കുന്ന ഇടതും വലതും ഇരിക്കുന്ന ആ സ്ഥാനം ഇതാ നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ഇടർച്ചയായി, അവർ തമ്മിൽ തർക്കമാണ്, ആരാണ് ചെറിയവൻ, ആരാണ് വലിയവൻ. പ്രത്യേകിച്ച് യോഹന്നാൻ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ആ യോഹന്നാൻ എല്ലാവരെക്കാട്ടിലും വലിയ ആളായി കർത്താവിൻ്റെ വലതുഭാഗത്തിരിക്കാൻ പോകുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ ഇന്നുകൂടെ തർക്കമായി. ഈ തർക്കം എന്താ നിങ്ങൾ തമ്മിൽ തർക്കിന്നൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. മനസ്സറിയുന്ന ദൈവം ഇതാ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി എല്ലാവരുടെയും കാല് കഴിയാണ്. ഇതാ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, അതെങ്കിൽ ഭാരതീയ പാരമ്പര്യം അനുസരിച്ചൊക്കെ ശിഷ്യന്മാർ ഗുരുവിൻ്റെ കാല് കഴിയുന്നതാണ് പാരമ്പര്യം. എന്നാൽ ഇവിടെ ഇതാ ദൈവം, സ്വയം ദൈവം, ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇതാ ആ താഴ്ന്നിറങ്ങി വന്ന ആ ദൈവം സ്വയം താഴ്ന്നിട്ട് ഇതാ ശിഷ്യന്മാരുടെ കാല് കഴിയാണ്. ആ ശിഷ്യന്മാരുടെ കാല് കഴിയ ദൈവം ഇതാ തന്നെത്താൻ എളിമപ്പെട്ട് കാണിക്കുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുവാനാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഭാരതീയ പുരാണത്തിൽ, ഹിന്ദു പുരാണത്തിൽ 2 താപശ്രേഷ്ഠന്മാരാണ് വിശ്വാമിത്രനും വസിഷ്ഠമുനിയും. ഈ 2 വസിഷ്ഠമുനിയും വിശ്വാമിത്രനും എന്നാൽ വസിഷ്ഠമുനിയാണ് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കൂടുതൽ ഇഷ്ടം, കൂടുതൽ വാത്സല്യം, എപ്പോഴും ചേർത്ത് നിർത്തുന്നതും ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതും വസിഷ്ഠമുനിയാണ്. ഈ കാരണം കൊണ്ട് വിശ്വാമിത്രൻ എന്നും പരാതിയാണ്, നിരന്തരം പരാതിയാണ്. എപ്പോഴും ഈ ബ്രഹ്മാവിനോടും വിഷ്ണുവോടും പരാതി പറയും, എന്നെ ചേർത്ത് നിർത്തുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എപ്പോഴും വസിഷ്ഠമുനിയെ മാത്രമാണ് ചേർത്ത് നിർത്തുന്നത്, ഉത്തരവാദിത്തങ്ങളെല്ലാം വസിഷ്ഠമുനിക്കാണ് കൊടുക്കുന്നത് എന്നെന്നും നിരന്തരം പരാതിയാണ്. ഞാൻ ഈ പരാതി നിരന്തരം കേട്ടപ്പോൾ ഒരു ദിവസം മഹാവിഷ്ണു 2 പേരെയും അരികെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ദൗത്യം കൊടുക്കുകയാണ്, ഒരേ ദൗത്യം. 2 പേരോടും പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് പോയി, അല്ലെങ്കിൽ ആശ്രമ പരിസരത്ത് പോയിട്ട് നിങ്ങൾ 100 പേർക്ക് അന്നദാനം കൊടുക്കണം. അതിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ്, നിങ്ങളെക്കാട്ടിൽ നിലവാരം കുറഞ്ഞ, നിങ്ങളെക്കാട്ടിൽ എളിമയായ, നിങ്ങളെക്കാട്ടിൽ അല്ലെങ്കിൽ വെറും മോശക്കാരായ, നിങ്ങളെക്കാട്ടിൽ നിലവാരം കുറഞ്ഞ 100 പേരെ തേടിപ്പിടിച്ച് അവർക്ക് ആഹാരം കൊടുക്കണം. നിങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠരായവർക്ക് ആർക്കും ആഹാരം കൊടുക്കാൻ പാടില്ല. നിങ്ങളെക്കാട്ടിൽ മോശമായ നിലവാരം കുറഞ്ഞ 100 പേർക്കാണ് ആഹാരം കൊടുക്കേണ്ടത്. ഈ കണ്ടീഷനും പറഞ്ഞ് ഇവർ 2 പേരും വിടുകയാണ്. വിശ്വാമിത്രന് അവിടെ ആശ്രമത്ത് പരിസരത്തൊക്കെ പോയി നോക്കി. അവിടെ അന്ന് വൈകുന്നേരം തന്നെ 100 പേരെ കണ്ടുപിടിച്ച് അന്നദാനം കൊടുത്തിരിച്ചു വന്നു. എന്നാൽ ഈ വസിഷ്ഠമുനി അന്ന് വൈകുന്നേരവും വരുന്നില്ല, അടുത്ത ദിവസവും കാണുന്നില്ല, ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി കാണുന്നില്ല. അങ്ങനെ ഇതാ 1 മാസം കഴിഞ്ഞപ്പോൾ ഓടിക്കിതച്ച് ഈ വസിഷ്ഠമുനി വരികയാണ്. അപ്പോൾ വിശ്വാമിത്രന് ഒത്തിരി സന്തോഷമായി. കണ്ടോ, ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു, അവനെ കൊണ്ട് സാധിച്ചില്ല, ഞാൻ അന്ന് തന്നെ ഇതാ ദൗത്യം നടത്തി വന്നിരിക്കുന്നു, അപ്പോൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ള ധാരണയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വസിഷ്ഠമുനി പറയുന്നത് എന്താണെന്നറിയാമോ? എന്നോട് ക്ഷമിക്കണം പ്രഭു, എനിക്ക് അങ്ങയുടെ വാക്ക് പാലിക്കുവാനായില്ല. കാരണം ഞാൻ എന്നെക്കാട്ടിൽ നിലവാരം കുറഞ്ഞ, എന്നെക്കാട്ടിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കുറഞ്ഞ ആൾക്കാരെ ആരെയും കണ്ടില്ല. അവിടെയുള്ള എല്ലാവരും എന്നെക്കാട്ടിൽ ശ്രേഷ്ഠരാണ്, എന്നെക്കാട്ടിൽ സ്റ്റാറ്റസ് കൂടിയവരാണ്, എന്നെക്കാട്ടിൽ നിലവാരം കൂടിയവരാണെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വസിഷ്ഠമുനിയെ ഇതാ ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടെ ചേർത്ത് നിർത്തി. എന്നിട്ട് പറയുകയാണ്, വിശ്വാമിത്രനോട് പറയുകയാണ്, കണ്ടോ, ഇതുകൊണ്ടാണ് വസിഷ്ഠമുനിയെ എല്ലാവർക്കും ഇഷ്ടം. കാരണം
അവൻ തന്നെത്താൻ എളിമപ്പെടുകയാണ്. ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ആശ്രമ പരിസരത്തുള്ള എല്ലാവരും അവൻ കണ്ടു കിട്ടുന്നത് അവനേക്കാൾ ശ്രേഷ്ഠനാണ്. പക്ഷേ നീ അന്ന് വൈകുന്നേരം തന്നെ ബന്ധപ്പെട്ട് നിനക്ക് ആരെയും കാണുവാൻ സാധിക്കുന്നില്ല. അതിന് ക്ഷമയുമില്ല. കാരണം നീ ഉദ്ദേശിക്കുന്നത് നീയാണ് കേമൻ, നീ മാത്രമാണ് ശ്രേഷ്ഠനെന്നാണ്. നീ പെട്ടെന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ, കാരണം എല്ലാവരും നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെക്കാട്ടും നിലവാരം കുറഞ്ഞവരാണ്. എന്നാൽ വസിഷ്ഠമുനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാവരും ആ വസിഷ്ഠമുനിയേക്കാൾ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമാണ്, ഈ ഒരു ആത്മീയ തലമാണ് നമ്മളിൽ വളരേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും ഇതാ ശിഷ്യന്മാരുടെ ഇടയിൽ സ്വയം താനാണ് വലുത് എന്നുള്ള ഒരു ഇത് വന്നപ്പോഴേ യോഹന്നാനും യാക്കോബും കൂടെ വലിയ സ്ഥാനം കർത്താവിനുള്ള അടുപ്പം കാരണം ചോദിച്ചു വെക്കുമ്പോൾ അത് മൊത്തം അവിടെ ഇടർച്ചയായി. ഇത് തന്നെയാണ് നമ്മുടെ സഭയിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തൊക്കെ കാണുന്നത്. ആരെങ്കിലും ഒരാൾ ഇതുപോലെ വലിയ സ്ഥാനമൊക്കെ വഹിച്ച് ഞാനാണ് കേമൻ, മറ്റുള്ളവരെല്ലാം താഴ്ന്നവരാണ്, നിലവാരം കുറഞ്ഞവരാണ്, സ്റ്റാറ്റസ് കുറഞ്ഞവരാണ്, അവൻ എന്നോളം വരുമാനുള്ള ഇതില്ല എന്നെല്ലാം പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് അവിടെ കലഹം ഉണ്ടാകുന്നത്, ഭിന്നത ഉണ്ടാകുന്നത്. ഈ ഭിന്നതയൊക്കെ മാറ്റണമെങ്കിൽ നമ്മളൊന്ന് എളിമപ്പെടണം, നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കണം, മറ്റുള്ളവർ ശ്രേഷ്ഠയെന്നാണ്. അങ്ങനെ ശ്രേഷ്ഠനായിടുമ്പോഴാണ് കർത്താവ് പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനും ഉയർത്തപ്പെടും. ഇതാ നമ്മുടെ പൗലോസ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിടണം. അതാണ് ദൈവം മുൻപാകെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രീതിയുള്ളവരാക്കുന്നത്. ആ പ്രീതിയുള്ളവരാക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നമുക്ക് എളിമപ്പെടാം, മറ്റുള്ളവരെ ശ്രേഷ്ഠ എണ്ണാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.